നാം നേരിടുന്ന ഏത് പ്രശ്നത്തിൻ്റെയും കാരണം അറിഞ്ഞെങ്കിൽ മാത്രമേ നാം സ്വസ്ഥമായിരിക്കൂ എന്ന് നിർബന്ധം പിടിച്ചാൽ ഒരിക്കലും സ്വസ്ഥമാകുവാൻ കഴിയില്ല എന്നതാണ് ഈ യാഥാർത്ഥ്യം. എങ്ങനെ സ്വസ്ഥമാകാം? ഒരു പിതാവ് തൻ്റെ രോഗിയായ കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത്, പപ്പാ എന്നെ എന്തിനാണ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് എന്നത്രേ. ആശുപത്രി എന്ന് കേൾക്കുന്നത് തന്നെ പേടിയായിരിക്കുന്ന കുഞ്ഞിനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? കുഞ്ഞിൻ്റെ പനി കൂടി വരുന്നു. അതിനെ എങ്ങനെ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കും? എന്നാൽ ആ കുഞ്ഞിൻ്റെ പപ്പ ചെയ്യുന്നത് തൻ്റെ സ്നേഹത്തിൻ്റെ ആധിക്യത്താൽ തൻ്റെ കുഞ്ഞിന് അപ്പോൾ ഏറ്റവും നല്ലത് എന്തെന്ന് തനിക്കറിയാവുന്നത് കൊണ്ട് അതാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നതും ഈ പറഞ്ഞതുപോലെയാകുന്നു. ദൈവം എന്തുകൊണ്ട് പ്രത്യേക പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമല്ല. എന്നാൽ എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ജീവിതത്തിൽ നന്മ മാത്രം വരുവാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ദൈവം എനിക്ക് നല്ലതിനാണ് ഈ പ്രത്യേക സാഹചര്യവും അനുവദിച്ചിരിക്കുന്നത് എന്ന് വിശ്വസിച്ച് ദൈവത്തെ മുറുകെ പിടിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്. തനിക്ക് പരിചയമില്ലാത്ത ഡോക്ടർ തന്നെ പരിശോധിച്ചപ്പോൾ വേദനിച്ചത് തൻ്റെ പപ്പ അനുവദിച്ചതിനാലാകുന്നു എന്ന അറിവ് അസ്വസ്ഥതയിൽ സ്വസ്ഥത കൊണ്ടുവരുന്ന ഒന്നത്രേ. വിശുദ്ധ പൗലോസ് എഴുതി, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തു, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. നമ്മുടെ വഴികളിൽ തന്നെ പോകണമെന്ന് ശഠിക്കുന്നതല്ലേ മിക്കപ്പോഴും നമ്മുടെ പ്രശ്നം? കുഞ്ഞുങ്ങളെപ്പോലെ അങ്ങനെ ശഠിച്ചാലും ദൈവം തൻ്റെ സ്നേഹത്താൽ നമ്മെ ശരിയായ വഴികളിൽ നടത്തും. ദൈവത്തെ ത്യജിച്ച ഇസ്രായേൽ ജാതിയോട് പോലും ദൈവം ചെയ്തത് അതത്രേ. വിശുദ്ധ പൗലോസ് അത് വിശദീകരിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. തുടർന്ന് അതുതന്നെ നമുക്ക് പഠിക്കാം റോമാലേഖനം 11-ാം അധ്യായത്തിൽ നിന്നും. റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം വരെ നാം പഠിച്ചു കഴിഞ്ഞു. 22 മുതൽ ഈ അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം വരെ നമുക്കിന്ന് പഠിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് നല്ല ചിന്തകൾ അടങ്ങുന്നതായിട്ടുള്ള ഈ ഭാഗം ശ്രദ്ധിച്ച് ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് പഠിച്ചാട്ടെ. അതിനായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. ഈ ദിവസങ്ങളിൽ നാം റോമാലേഖനമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 11-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഇസ്രായേൽ ജാതിയെ ദൈവം കൈവിട്ടില്ല എന്നും അവരിലൂടെ ദൈവം പ്രവർത്തിക്കുവാൻ പോകുന്നു എന്നും ഉള്ള വസ്തുതയാണ് നാം കണ്ടത്. 21-ാം വാക്യം വരെ നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ് നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. ഇസ്രായേൽ ജാതിയെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്നതാണ് ഇവിടുത്തെ വിഷയം. ഇസ്രായേൽ ജാതിയുടെ യഥാസ്ഥാനം വലിയ അനുഗ്രഹത്തിന് കാരണമായിത്തീരും എന്ന് നാം തുടർന്ന് കാണുന്നതത്രേ. 22-ാം വാക്യം ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. ആകയാൽ ദൈവത്തിൻ്റെ ദയയും ഖണ്ഡിതവും കാൺക, വീണവരിൽ ദൈവത്തിൻ്റെ ഖണ്ഡിതവും. നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. ഇത് കഠിനമായ വാക്കുകളാണ്. 2 ഉദാഹരണങ്ങൾ കാണുവാനായി പൗലോസ് അപ്പോസ്തലൻ ജാതികളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ത്യജിക്കപ്പെട്ട ഇസ്രായേൽ ജാതി ദൈവത്തിൻ്റെ കാഠിന്യത്തെ പ്രദർശിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ ജാതികളോട് ദൈവത്തിൻ്റെ ധാരാളമായ നന്മയും പ്രകടമാകുന്നു. ദൈവത്തിൻ്റെ ഈ 2 സ്വഭാവങ്ങളും ഇന്ന് വെളിപ്പെടേണ്ടിയിരിക്കുന്നു. അതായത് പാപത്തിനും ക്രിസ്തുവിനെ ത്യജിക്കുന്നതിനും എതിരായ ദൈവത്തിൻ്റെ ന്യായവിധിയും ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കൃപയും വെളിപ്പെടേണ്ടിയിരിക്കുന്നു. ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ ഖണ്ഡിതമായ പ്രവർത്തനത്തിൻ്റെ പൂർണ്ണമായ ചിത്രം പൗലോസിന് ലഭിച്ചിരുന്നില്ല. AD 70
യെരുശലേം നശിപ്പിക്കപ്പെട്ടതിൻ്റെയും അതിനെ തുടർന്നുള്ള ചരിത്രവും ഭീതി ജനിപ്പിക്കുന്നതത്രേ. പ്രിയ സുഹൃത്തെ, നാം ദൈവകൃപയെ നിസാരമായി കണക്കാക്കിക്കൂടാ. ദൈവകുടുംബത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവരികയും നമുക്ക് ധാരാളം അനുഗ്രഹങ്ങളും പദവികളും നൽകുകയും ചെയ്തത് കൃപയത്രേ. 1900 വർഷങ്ങൾക്ക് ശേഷവും ജാതികളെ കൊണ്ടുള്ള സഭ ഇസ്രായേലിനോളം തന്നെ പരാജയമായി അവശേഷിക്കുകയാണ് ചെയ്യുന്നത്. നാം പറയും ഇസ്രായേൽ പരാജയപ്പെട്ടു എന്ന്. എന്നാൽ ഇന്നത്തെ സഭയുടെ സ്ഥിതി എന്താ? യാഥാർത്ഥ്യമായതിൻ്റെ പരീക്ഷണമായി പുതിയ നിയമത്തിൽ ഉടനീളം കാണുന്നത് നിലനിൽക്കുന്ന അനുഭവമാണ്. വിശ്വാസത്തിൽ നിലനിൽക്കുന്ന അവസ്ഥ. തീരുമാനമെടുക്കുവാൻ എളുപ്പമാണ്, അതിൽ തന്നെ നിലനിൽക്കുവാൻ പ്രയാസമാണ്. ദൈവത്തെ കളിപ്പിക്കുന്നത് പോലെയാണ് അനേകരുടെയും ഇടപാടുകൾ. ദൈവകൃപയെ എത്ര നിസ്സാരമായിട്ടാണ് പലപ്പോഴും നാം കണക്കാക്കുന്നത്. എൻ്റെ പണി പാപം ചെയ്തു കൂട്ടുകയും ദൈവത്തിൻ്റെ ജോലി അതെല്ലാം ക്ഷമിക്കുകയുമാണ് എന്ന് താങ്കൾ അറിയാതെ പോലും ചിന്തിക്കാറില്ലേ? തൻ്റെ കൃപയാൽ നമ്മുടെ മേൽ ദൈവം അനുഗ്രഹങ്ങൾ വർഷിക്കുമ്പോൾ നാം ദൈവസ്നേഹത്തെ എത്ര നിസ്സാരമായിട്ടാണ് തള്ളിക്കളയാറുള്ളത്. ഇസ്രായേൽ ജാതിയുടെ അനുഭവം മറക്കാതിരിക്കുക. ദൈവത്തെ തള്ളിക്കളഞ്ഞുള്ള നമ്മുടെ ഇന്നത്തെ പോക്ക് ശുഭമാകെയില്ല സുഹൃത്തെ. ദൈവത്തിൻ്റെ വലിയ ന്യായവിധി വരുന്നതിന് മുൻപ് നമുക്ക് വിനയപ്പെടാം, വിശ്വാസത്തിൽ നിലനിൽക്കാം. ഒരു തെറ്റ് ചെയ്തപ്പോൾ അടികിട്ടിയില്ല എന്ന് കണ്ട് തെറ്റുകൾ എത്ര വേണമെങ്കിലും ചെയ്യാം എന്നില്ല. സൂക്ഷിക്കുക, വളരെ സൂക്ഷിക്കുക. 23-ാം വാക്യത്തിൽ നാം കാണുന്നു, അവിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും കൂടെ ഒട്ടിക്കും, അവരെ വീണ്ടും ഒട്ടിപ്പാം, ദൈവം ശക്തനല്ലോ. യാതൊരു നന്മയും ഇല്ലാതിരുന്ന ജാതികളെ ദൈവം സ്വീകരിച്ചതിനാൽ അതുപോലെ യാതൊരു നന്മയും അവകാശപ്പെടാനില്ലാത്ത ഇസ്രായേലിനെയും ദൈവത്തിന് യഥാസ്ഥാനപ്പെടുത്തുവാൻ കഴിയും. വീണ്ടും എന്നത് ശ്രദ്ധേയമായ വാക്കത്രേ. ദൈവം വീണ്ടും ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തും. ഇസ്രായേൽ വീണ്ടും ദൈവത്തിങ്കിലേക്ക് തിരിയുമെന്ന് പഴയ നിയമം വളരെ വ്യക്തമായി പറയുന്നു. ഉദാഹരണമായി യിരെമ്യാ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുക. ഇസ്രായേലിൻ്റെ യഥാസ്ഥാനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നാണത്. സക്കറിയ പ്രവാചകനും അതിനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു, ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരുശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യജാതനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. സക്കറിയ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. അത് പാപപരിഹാരത്തിൻ്റെ മഹാദിനമായിരിക്കും. അവർ അനുതാപത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരികെയും ദൈവം നമ്മെ രക്ഷിച്ചതുപോലെ തന്നെ തൻ്റെ അത്ഭുതകരമായ മഹാകരുണ അവർക്ക് നൽകി അവൻ്റെ കൃപയാൽ അവരെ രക്ഷിക്കുകയും ചെയ്യും. 24-ാം വാക്യം നിങ്ങൾ നോക്കിക്കാട്ടെ. സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവുമരത്തിൽ ഒട്ടിച്ചു എങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവുമരത്തിൽ എത്ര അധികമായി ഒട്ടിക്കും. പൗലോസ് അപ്പോസ്തലൻ ഒലിവുമരത്തിൻ്റെ ഉദാഹരണം തുടരുകയാണ് ചെയ്യുന്നത്. ഒലിവുമരം അബ്രഹാം വേരായിട്ടുള്ള ഇസ്രായേൽ ജാതിയാണ്. ചില ശാഖകളൊക്കെ മുറിച്ചു കളഞ്ഞിരിക്കുന്നു. ഒരു ജാതിയായി ഇസ്രായേൽ ജനം തള്ളപ്പെട്ടിരിക്കുകയാണ്. ദൈവം ജാതികളെ ഒട്ടിച്ചു ചേർത്തു. അവർ യഹൂദ ആചാരമര്യാദകൾ അനുഷ്ഠിക്കുന്നവരായി. മതപരിവർത്തനം ചെയ്തതുകൊണ്ടല്ല, പിന്നെയോ അവൻ ഇസ്രായേലിനെ മുറിച്ചു കളഞ്ഞ ശേഷം യഹൂദന്മാരും ജാതികളും ഉൾപ്പെടുന്ന സഭയെ അതിനോട് ഒട്ടിച്ചു ചേർത്തു. അബ്രഹാമിന്മേൽ വിശ്വാസത്തിന്മേലാണ് അപ്രകാരം ഒട്ടിച്ചു ചേർത്തിരിക്കുന്നത്. ദൈവത്തിന് അപ്രകാരം ചെയ്യാൻ കഴിഞ്ഞു എങ്കിൽ അവന് സ്വാഭാവിക കൊമ്പുകളെ വീണ്ടും എടുത്ത് ഒട്ടിക്കുവാൻ കഴിയും എന്നും അപ്രകാരം ചെയ്യുമെന്നും ന്യായമായി ചിന്തിക്കാവുന്നതത്രേ. അതായത് ദൈവം ഇസ്രായേലിനെ എന്നേക്കുമായി തള്ളിക്കളകയില്ല എന്നർത്ഥം. 25-ാം വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ജാതികളുടെ പൂർണ്ണ സംഖ്യ സഭയെ വിളിച്ചതോടെ ആരംഭിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ നാമത്തിനായി ജാതികളിൽ നിന്നൊരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത് ശിമോൻ വിവരിച്ചുവല്ലോ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. അത് സഭയുടെ ഉൾപ്രാപണം വരെ തുടർന്നുകൊണ്ടേയിരിക്കും. സഭ ഈ ഭൂമിയിൽ ആയിരിക്കുന്നിടത്തോളം കാലം ഇസ്രായേലിൻ്റെ കാഠിന്യവും അന്ധതയും തുടർന്നുകൊണ്ടിരിക്കും. രഹസ്യം എന്ന വാക്ക് ശ്രദ്ധിക്കുക.
പൗലോസിൻ്റെ കാലത്ത് പുരാതന ലോകത്തിൽ രഹസ്യ അഥവാ നിഗൂഢ മതങ്ങൾ ഉണ്ടായിരുന്നു. ഇക്കാലത്ത് ഏതെങ്കിലും കഥയിൽ വെളിപ്പെടുത്താതിരിക്കുന്ന കാര്യങ്ങളെയാണ് മർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതില്ലേ? എന്നാൽ ഈ രണ്ട് വിധത്തിലുമല്ല തിരുവചനത്തിൽ രഹസ്യം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരിക്കൽ മറഞ്ഞിരുന്നതും ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നതുമായ കാര്യത്തെയാണ് പുതിയ നിയമത്തിൽ മർമ്മം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ജാതികളുടെ പൂർണ്ണ സംഖ്യ മനസ്സിലാക്കുന്നതിനെയാണ് രഹസ്യം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ ഇത് വെളിപ്പെടുത്തിയിരുന്നില്ല. 26-27 വാക്യങ്ങളിൽ ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ ഇസ്രായേലിലെ ഓരോ വ്യക്തിയും എന്നല്ല അർത്ഥമാക്കുന്നത്. ഈ അധ്യായത്തിൽ അവൻ പറഞ്ഞിരിക്കുന്ന ജാതിയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. എല്ലാ കാലത്തും ഒരു ശേഷിപ്പ് മാത്രമേ രക്ഷിക്കപ്പെടുന്നുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്ന ഉദ്ധരണി യെശയ്യാപ്രവചനം 59:20 നിന്നാണ്. എന്നാൽ സിയോനും യാക്കോബിൽ അതിക്രമം വിട്ടുതിരിയുന്നവർക്കും അവൻ വീണ്ടെടുപ്പുകാരനായി വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. വ്യക്തിയോടുള്ള ദൂത് അവർ അതിക്രമം വിട്ട് കർത്താവിലേക്ക് തിരിയണമെന്നുള്ളതാണ്. ഒരു ശേഷിപ്പ് അവങ്കിലേക്ക് തിരിയും. അവരെല്ലാവരും രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെട്ട ശേഷിപ്പിനെയാണ് ഇസ്രായേൽ എന്ന് പൗലോസ് ഇവിടെ പറയുന്നത്. എല്ലായ്പ്പോഴും ഒരു ശേഷിപ്പ് മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. ഏലിയാവിൻ്റെ കാലത്ത് ഒരു ശേഷിപ്പുണ്ടായിരുന്നു എന്ന് നാം കണ്ടല്ലോ. ദാവീദിൻ്റെ കാലത്ത് ഒരു ശേഷിപ്പുണ്ടായിരുന്നു. പൗലോസിൻ്റെ കാലത്ത് ഒരു ശേഷിപ്പുണ്ടായിരുന്നു. നാം ജീവിക്കുന്ന ഈ കാലത്തും ഒരു ശേഷിപ്പുണ്ട്. മഹാപീഡന കാലത്തും ഒരു ശേഷിപ്പുണ്ടായിരിക്കും. 28-29 വാക്യങ്ങളിൽ സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ, തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ. ദൈവം തൻ്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുതപിക്കുന്നില്ലല്ലോ. മുമ്പ് പറഞ്ഞു വന്നിരുന്ന കാര്യത്തിൻ്റെ സംക്ഷിപ്തമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. സുവിശേഷം ജാതികൾക്ക് ലഭിക്കേണ്ടതിനായി ജാതികൾക്ക് വേണ്ടി ഇസ്രായേലിനെ ശത്രുക്കളായി എണ്ണിയിരിക്കുന്നു എന്ന് ഒരു ചിന്താഗതിയുണ്ട്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർ നിമിത്തം ഇസ്രായേൽ പ്രിയപ്പെട്ടവരാകുന്നു എന്ന് വേറൊരു ചിന്താഗതിയുമുണ്ട്. ഇത് രണ്ടും പരസ്പര വിരുദ്ധമെന്ന് തോന്നാമെങ്കിലും രണ്ടും ശരിയായിട്ടുള്ളതത്രേ. ഇസ്രായേലിൻ്റെ പരാജയവും നമ്മുടെ പരാജയവും ദൈവത്തിൻ്റെ പദ്ധതിയും ഉദ്ദേശവും വ്യത്യാസപ്പെടുത്തുന്നില്ല. വരങ്ങൾ എന്നത് സാധാരണ വരങ്ങളല്ല, എന്നാൽ അതിന് കൃപയുമായി ബന്ധമുള്ളതാണ്. വിളി എന്ന് പറയുന്നത് ക്ഷണമല്ല, പിന്നെയോ ഫലപ്രദമായ ദൈവവിളിയാണ്. അത് അനുതാപമില്ലാതെ തന്നെ ഉണ്ടാകുന്ന വിളിയാണ്. വേറെ വിധത്തിൽ പറഞ്ഞാൽ ദൈവം രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയിൽ നിന്ന് മാനസാന്തരം ആവശ്യപ്പെടുന്നില്ല എന്നർത്ഥം. ദൈവത്തിൻ്റെ വിളിക്ക് വേണ്ടി മാനുഷിക നീക്കം ഒന്നും ആവശ്യമില്ല. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ അത് മനുഷ്യൻ്റെ അനുതാപമോ മാനസാന്തരമോ കൂടാത്തതാണ്. തങ്ങൾക്ക് രക്ഷിക്കപ്പെടുന്നതിന് കണ്ണുനീർ പൊഴിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ചെയ്തുപോയ തെറ്റിനെ ഓർത്ത് കരഞ്ഞു പോകുന്നത് സ്വാഭാവികമാണ്. ക്രിസ്തുവിലുള്ള താങ്കളുടെ വിശ്വാസമാണ് താങ്കളെ രക്ഷിക്കുന്നത്. താങ്കളുടെ വിശ്വാസത്തിൻ്റെ മേന്മയല്ല, ക്രിസ്തുവിനാണ് മേന്മയുള്ളത്. ക്രിസ്തുവിൽ മുറുകെ പിടിക്കുവാൻ താങ്കളുടെ വിശ്വാസം താങ്കളെ ശക്തീകരിക്കും. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. മുപ്പതും 31 വാക്യങ്ങൾ ഞാൻ വായിക്കാം. നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ടും അവരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ കരുണ ലഭിച്ചതുപോലെ നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു. പൗലോസ് ജാതികൾക്കാണ് എഴുതുന്നത് എന്നോർക്കണം. റോമയിലെ സഭ ജാതികളിൽ നിന്നുള്ള വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞതാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. ഇതെഴുതുന്ന സമയത്തേക്ക് ജാതികളിൽ അനേകർ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഇസ്രായേൽ ജാതിയും ജാതികളും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ പൗലോസ് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ കാലത്ത് ജാതികൾ വിശ്വസിച്ചിരുന്നില്ല, എന്നാൽ ഇപ്പോൾ ജാതികളിൽ ഒരു ശേഷിപ്പ് കരുണ പ്രാപിച്ചു.
എന്നാൽ ഇതേ കാലത്ത് ഇസ്രായേൽ ഒരു ജാതിയായി നേരത്തെ വിശ്വസിച്ചിരുന്നവർ ഇപ്പോൾ വിശ്വസിക്കുന്നില്ല. യഹൂദനെയും ജാതികളിൽ നിന്നുള്ളവനെയും ദൈവം രക്ഷിക്കുന്നതായ പ്രമാണം പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നു. കരുണയാലാണ് ദൈവം ഏതൊരു വ്യക്തിയെയും രക്ഷിക്കുന്നത്. ദൈവം ജാതികളോട് കരുണ കാണിച്ചതുപോലെ അവൻ ഇസ്രായേൽ ജാതിയോടും കരുണ കാണിക്കും. 32 വാക്യം നോക്കിക്കാട്ടെ. ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. യഹൂദനും ജാതിയും ഒരുപോലെ ദൈവത്തോട് അവിശ്വാസത്താൽ മറുതലിക്കുന്ന അവസ്ഥയിലാണ്. അതിനാൽ കൃപയാലാണ് വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ദാനമാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല എന്ന് നാം കാണുന്നു. ഇനിയും ഇസ്രായേൽ ജാതിയെ യഥാസ്ഥാനപ്പെടുത്തുവാനുള്ള കാരണമാണ് നാം കാണുന്നത്. ഇസ്രായേൽ ജാതിയെ യഥാസ്ഥാനപ്പെടുത്തുവാനുള്ള കാരണം എന്താണ്? അത് ദൈവജ്ഞാനത്തിൻ്റെ വെളിപ്പെടുത്താത്ത രഹസ്യമാണ്. സുഹൃത്തെ, ദൈവം ചെയ്യുന്നത് ബുദ്ധിപരമായതും ശരിയായിട്ടുള്ളതും ഏറ്റവും ഉത്തമമായിട്ടുള്ളതുമാകുന്നു എന്ന് നമുക്ക് ഉറപ്പായി വിശ്വസിക്കാം. ദൈവം എന്തെങ്കിലും ചെയ്യുവാൻ തീരുമാനിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുവാനുള്ള പഴയ സ്വഭാവമാണ് നമുക്കുള്ളത്. സുവിശേഷം കേട്ടിട്ടില്ലാത്ത ജാതികൾ നഷ്ടപ്പെടുവാനുള്ള കാരണമെന്ത്? അവരെ ശിക്ഷ വിധിക്കുവാൻ ദൈവത്തിന് അധികാരമില്ല എന്ന് ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സുഹൃത്തെ, ദൈവത്തിന് നമുക്ക് ഊഹിക്കുവാൻ കഴിയുന്ന സകല അധികാരവുമുണ്ട്. അവൻ ദൈവമാണ്. അവൻ ചെയ്യുന്നതൊക്കെയും ശരിയാകുന്നു. അത് ശരിയല്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുവെങ്കിൽ താങ്കളുടെ ചിന്തയാണ് തെറ്റായിട്ടുള്ളത്. ദൈവം മൂഢനല്ല. താങ്കളും ഞാനും ഒരു പക്ഷേ ബുദ്ധിഹീനരായിരിക്കാം. എന്നാൽ ദൈവം അപ്രകാരമല്ല. ഈ കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് എത്രയോ ആവശ്യമായ സംഗതിയാണ്. 33 വാക്യത്തിൽ ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. താൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതായ എല്ലാ കാര്യങ്ങളുടെയും മഹത്വം, ജ്ഞാനവും മനസ്സിലാക്കുന്ന സ്ഥാനത്ത് പൗലോസ് അപ്പോസ്തലൻ ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഈ ഭാഗത്ത് ഒരു വിവാദ വിഷയമല്ല, സ്തുതിയാണ് കാണുന്നത്. എന്നാൽ ഏറ്റവും വലിയ വിവാദവും ഇവിടെയുണ്ട്. ഇസ്രായേലിനോടും ജാതികളോടും നമ്മോട് തന്നെയും ദൈവം എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക വിധത്തിൽ ഇടപെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് ശരിയായതും ആവശ്യവുമായ കാരണം ഇല്ലാത്തതുകൊണ്ടല്ല. ദൈവത്തിൻ്റെ വഴികളും ജ്ഞാനവും മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയില്ല എന്നതാണ് പ്രശ്നം. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല എന്ന് 1 കൊരിന്ത്യർ 2:14 നാം വായിക്കുന്നു. അതേ സുഹൃത്തെ, ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും ഉത്തമമായതാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലെന്ന് വരാം. എന്നാൽ അവ നമ്മുടെ ഏറ്റവും ഉത്തമമായ നന്മയ്ക്ക് വേണ്ടിയാണ് സംഭവിപ്പാൻ ഇടയാകുന്നത് എന്ന കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്രേ. നാം കൊച്ചുകുട്ടികളെ പോലെയാണ്. ദൈവത്തിൻ്റെ വഴികൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ സാഹചര്യങ്ങളെല്ലാം ഇപ്പോഴും അനുകൂലമായിരിക്കുകയില്ല. എന്നാൽ അവ ദൈവത്തിൻ്റെ ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേറിയ ധനത്തിൽ നിന്ന് വരുന്നതത്രേ. ദൈവം നമ്മോട് ഇപ്രകാരമാണ് പറയുന്നത്: എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. യെശയ്യാപ്രവചനം 55:8-9 വാക്യങ്ങൾ. ഈ വസ്തുത നാം അറിഞ്ഞിരിക്കേണ്ടത് എത്രയോ ആവശ്യമായ സംഗതിയാണ്. 34-35 വാക്യങ്ങൾ നോക്കിയാട്ടെ. കർത്താവിൻ്റെ മനസ്സറിഞ്ഞവൻ ആർ? അവന് മന്ത്രിയായിരുന്നവൻ ആർ? അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആർ? ഈ ചോദ്യങ്ങൾ വളരെ ലളിതമായവയാണെങ്കിലും അവയുടെ ഉത്തരങ്ങൾ ലളിതമല്ല. കർത്താവിൻ്റെ മനസ്സറിഞ്ഞവൻ ആർ? ആർക്കും കർത്താവിൻ്റെ മനസ്സറിയാൻ പാടില്ല എന്നതാണ് ഉത്തരം. കർത്താവിനെ അറിയണമെന്നുള്ളത് പൗലോസ് അപ്പോസ്തലൻ്റെ ആഗ്രഹമായിരുന്നു. അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനുമെന്ന് ഫിലിപ്പ് ലേഖനം 3-10 വാക്യത്തിൽ നാം വായിക്കുന്നു. അവന് മന്ത്രിയായിരുന്നവൻ ആർ? ദൈവത്തിന് ആലോചന പറഞ്ഞു കൊടുക്കുവാൻ ആരെക്കൊണ്ടും കഴിയുകയില്ല. അവന് അതിൻ്റെ ആവശ്യവുമില്ല. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ ആരോടും യാതൊരു വിധമായ ആലോചനയും കഴിച്ചിരുന്നില്ല എന്ന കാര്യം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരിക്കൽ, അതായത് 5000 പേരെ പോഷിപ്പിക്കുന്നതിന് മുൻപ് അവൻ ഫിലിപ്പോസിനോട് ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. അവൻ എന്തിനാണ് ഈ ചോദ്യം ചോദിച്ചത്?
ഇതവനെ പരീക്ഷിപ്പാൻ അത്ര ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ. യേശുവിന് ഫിലിപ്പോസിൻ്റെ ഉപദേശം ആവശ്യമില്ലായിരുന്നു. തൻ്റെ ശിഷ്യന്മാരുടെ ഉപദേശം അവൻ ഉപയോഗപ്പെടുത്തിയില്ല എന്നതത്രേ വാസ്തവം. പുരുഷാരത്തെ പറഞ്ഞയക്കുവാൻ അത്രേ അവർ പറഞ്ഞത്. എന്നാൽ യേശു പറഞ്ഞത് നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം എന്നാണ്. സുഹൃത്തെ, ഇന്ന് അനേകം ആളുകൾ ദൈവത്തിന് ബുദ്ധി ഉപദേശം നൽകുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിലും അവൻ ആലോചന ചോദിക്കുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടതത്രേ. അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് എന്ന് നാം വായിക്കുന്നു. ദൈവത്തിന് താങ്കൾ എന്തെങ്കിലും വാസ്തവത്തിൽ കൊടുത്തിട്ട് അവനെ നിങ്ങൾക്ക് കടംപെട്ടവനാക്കി തീർത്തിട്ടുണ്ടോ? അല്ല, ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കുവാൻ താങ്കൾക്ക് കഴിയുമെങ്കിൽ അവൻ താങ്കൾക്ക് കടക്കാരനായിരിക്കും, ഇല്ലേ? അവൻ നൽകിയതല്ലാതെ താങ്കൾക്ക് എന്താണുള്ളത്? എന്നാൽ അവൻ നമുക്ക് നൽകിയിരിക്കുന്നതിൽ നിന്ന് നാം ദൈവത്തിന് വളരെ കുറച്ച് മാത്രമേ മടക്കി കൊടുക്കുന്നുള്ളൂ. ഇതാണ് നമ്മിൽ അധികം പേരും വളരെ നിർധനരായിരിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. താൻ ആർക്കും കടക്കാരനായിരിക്കുകയില്ല എന്ന് ദൈവം വാസ്തവത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ആരെങ്കിലും എന്തെങ്കിലും അവന് കൊടുത്താൽ അവൻ ധാരാളമായി മടക്കി കൊടുക്കുന്നു. ദൈവം പ്രവർത്തിപ്പാനായി നമ്മിൽ പലരും അവസരം നൽകാറില്ല. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ നമുക്ക് കഴിയുകയില്ല. നാം അവന് കൊടുക്കുന്നതിൽ അധികമായി അവൻ നമുക്ക് തിരികെ നൽകുന്നു. 36-ാം വാക്യം കൂടി ഞാൻ വായിക്കട്ടെ. അതാണല്ലോ ഈ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. ഇത് വായിച്ചിട്ട് എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുകയാണ്. സകലവും ആമേൻ. അവനിൽ നിന്നെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ദൈവം സകലത്തിൻ്റെയും മതിയായ ആരംഭവും കാരണഭൂതനുമാകുന്നു എന്നാണ്. അവനാലും എന്നാൽ സകലത്തെയും പരിപാലിക്കുന്നവനും സകലവും പ്രവർത്തിക്കുന്നവനും ദൈവമാകുന്നു എന്നാണ് അർത്ഥം. എൻ്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് യേശു കർത്താവ് പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ. അവങ്കലേക്ക് എന്നതിൻ്റെ അർത്ഥം സകല സൃഷ്ടിയും ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടതാണ് എന്നത്രേ. സകലവും ദൈവത്തിങ്കിലേക്കാണ് ഒഴുകുന്നത്. അവൻ എന്നേക്കും മഹത്വം എന്നതുകൊണ്ട് എല്ലാ കാലവും സകല മഹത്വത്തിനും യോഗ്യൻ ദൈവമാണ്. പലപ്പോഴും ദൈവത്തിൻ്റെ മാനത്തെയും മഹത്വത്തെയും നമുക്കായി തന്നെ എടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തെ നാം ചൂഷണം ചെയ്തിട്ടില്ലേ? സകല മഹത്വവും ദൈവത്തിനുള്ളതാണ്. ദൈവത്തെ അവൻ്റെ മഹത്വത്തോടെ കാണുന്നതാണ് ദൈവമായിരിക്കുന്നത് പോലെ അവനെ മനസ്സിലാക്കുന്നത്. അതാണ് ഒരു മനുഷ്യായുസ്സിലെ ഏറ്റവും വലിയ പദവി. തൻ്റെ മഹത്വത്തെ ദർശിച്ചവർ മാത്രമാണ് തങ്ങളെ തന്നെ കണ്ടവരും തങ്ങൾക്ക് ചുറ്റുമുള്ളവരെ മനസ്സിലാക്കിയവരും. ഏതെങ്കിലും ഒരു പ്രകാശം കണ്ടവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ മഹത്വം. ഒരിക്കൽ യെശയ്യാവ് ദൈവത്തെ അവൻ്റെ മഹത്വത്തോടെ കണ്ടു. അത് അവൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു. അവനൊരു പുതിയ വ്യക്തിയായി തീർന്നു, പ്രയോജനമുള്ള വ്യക്തി. പലപ്പോഴും നാം ദൈവത്തെ നമ്മെപ്പോലെയുള്ള വ്യക്തിയായിട്ടല്ലേ മനസ്സിലാക്കുന്നത്? അവന് ആലോചന പറഞ്ഞു കൊടുക്കുവാനും എന്തെങ്കിലും വസ്തുക്കൾ അവന് നൽകി പ്രസാദിപ്പിക്കുവാനുമൊക്കെ നാം ശ്രമിക്കാറില്ലേ? അതത്രേ നമ്മുടെ ആത്മീയ പാപ്പരത്വത്തിൻ്റെ പ്രധാന കാരണം. അവനായിരിക്കുന്നത് പോലെ ഒന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കൂ സുഹൃത്തെ. അവിടുത്തെ വിശുദ്ധി ഒന്ന് കാണൂ സുഹൃത്തെ. അങ്ങനെ ഈ ആയുസ് അനുഗ്രഹപൂർണ്ണമാക്കൂ സുഹൃത്തെ. ദൈവത്തെ കാണേണ്ടതുപോലെ കാണുന്ന അവസ്ഥ നമ്മെ നാം ആയിത്തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ കൊണ്ടെത്തിക്കും. ഈ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്നത്തെ പഠനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നുവല്ലോ. തുടർന്നും ഈ പഠനം ശ്രദ്ധിക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടണം. മറ്റുള്ളവരെ കൂടി അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കണം. ദൈവവചനം പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശീലമാക്കി മാറ്റണം. ഓരോ ദിവസവും അതിനായി ദൈവം നിങ്ങളെ സഹായിക്കേണ്ടതിനായി ഞാനും പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനം വീണ്ടും ഇന്ന് ഞങ്ങൾക്ക് കേൾക്കുവാനും ചിന്തിക്കുവാനും ധ്യാനിപ്പാനും ഒക്കെ തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. നിൻ്റെ വചനം ജീവിപ്പിക്കുന്ന വചനമാണല്ലോ. നിൻ്റെ വചനം ശക്തീകരിക്കുന്ന വചനമാണല്ലോ. ഇന്ന് വചനം കേട്ട നിൻ്റെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് രോഗികളായി ദുഃഖിതരായി ഭാരം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ കുഞ്ഞുങ്ങളെ നീ സഹായിക്കണമേ, ശക്തീകരിക്കണമേ. ദൈവകൃപയിൽ നിറഞ്ഞു മുൻപോട്ട് പോകാൻ തക്കൊണ്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നിൻ്റെ വചനത്തിൽ നിന്നുള്ള അത്ഭുതമാർന്ന കാര്യങ്ങളെ ഗ്രഹിപ്പാൻ തക്കൊണ്ട് നിൻ്റെ കുഞ്ഞുങ്ങളെ നീ ശക്തീകരിക്കണമേ. കർത്താവെ, തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് ഈ പ്രോഗ്രാമിൽ നിങ്ങൾ സംബന്ധിച്ചതിന് വളരെ നന്ദി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.
TWR ജീവസന്ദേശം ബൈബിൾ പഠനങ്ങൾ അടങ്ങിയ മീഡിയ പ്ലെയർ ലഭ്യമാണ്. ഇത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക.